എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു നാടൻ റെസിപ്പിയാണ്. വളരെ ഈസിയായി ഇത് ചെയ്തെടുക്കാൻ പറ്റും. തുടക്കക്കാർക്ക് പോലും ഇത് നന്നായി ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഓരോരുത്തരും എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ തരുന്ന മെസ്സേജുകൾക്കൊക്കെ ഒരുപാട് നന്ദി. എൻ്റെ അവതരണം നല്ലതാണെന്നും കുക്കിംഗ് നല്ലതാണെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ചോറ് ഞാൻ കുക്കറിനകത്ത് വെച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് കൂട്ടുകാരൊക്കെ എനിക്ക് തന്ന നല്ല അഭിപ്രായങ്ങൾക്ക് ഒരുപാട് താങ്ക്സ്. വീണ്ടും ഞാൻ ഇതുപോലെയൊക്കെയുള്ള റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തക്കാളിപ്പഴം, 2 സവോള, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 ചെറിയ പച്ചമുളക്, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 6 മുട്ട, കൂടെ ഒരൽപ്പം കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും വെച്ചാണ് ഞാനിന്ന് മുട്ട കറി വെക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് വളരെ പ്രചോദനം തരുന്ന ഒന്നാണ്. വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ എന്നെ നിങ്ങൾ ഉത്സാഹിപ്പിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ കമൻസ്. നമുക്ക് ആദ്യം ഈ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. മുട്ട പുഴുങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഈ മുട്ടയൊന്ന് പൊട്ടുന്നതാണ്. ആ സമയത്ത് ഈ അഴുക്ക് എല്ലാം കൂടി അതിനകത്തേക്ക് കയറാതിരിക്കാനാണ് നമ്മളൊന്ന് കഴുകിയിട്ട് വെക്കുന്നത്. പിന്നെ ഇതിൽ എനിക്കൊരു മുട്ട പൊട്ടിയതുണ്ട്. മുട്ട പൊട്ടിയതാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, ഇതിനുള്ളൊരു പ്രതിവിധിയുണ്ട്. അതിനുള്ളൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പൊട്ടിയ മുട്ട നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം വിനാഗിരി കൂടി ചേർക്കുക. ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയുക. ഇനി മുട്ട പൊട്ടിപ്പോയെന്നും പറഞ്ഞ ആരും മുട്ട പുഴുങ്ങാതെ ഇരിക്കണ്ട. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട പുഴുങ്ങുന്ന സമയത്ത് അതിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട്. ഈ മുട്ട എങ്ങനെ വെന്തു എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ട്രിക്കാണിത്. ഈ മുട്ട വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തോടൊക്കെ ഒന്ന് ചെറുതായിട്ട് വിണ്ട് കയറി വരും. ഇത് അറിയാൻ മേലാത്ത തുടക്കക്കാർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. കണ്ടോ, നമ്മുടെ പൊട്ടിപ്പോയ മുട്ടയാണിത്. ഇതിനൊരു കുഴപ്പവും വന്നിട്ടില്ല. ഇതിൻ്റെ ഈ ഉണ്ണിയൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. വെള്ളക്കരുവോ മഞ്ഞക്കരുവോ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മുട്ട കറി വയ്ക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഈ വെളിച്ചെണ്ണ കൂട്ടാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വലിയ ജീരകം, പെരുംജീരകം, അതായത് പെരുംജീരകം എന്ന് പറയും, പിന്നെ 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട,
ഇത്രയും കൂടി ഈ കടുകിൻ്റെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ എണ്ണയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളകാണ് ഇതിനു വേണ്ടി അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളിടത്തോളം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയം ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 വറ്റൽ മുളക് ചെറുതായി മുറിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴന്നു വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. മുട്ടക്കറിക്ക് എപ്പോഴും തക്കാളിക്ക ചേർത്ത് കറി വയ്ക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലുള്ളത്. ഇത് കണ്ട, ഞാൻ നേരത്തെ പുഴുങ്ങി പൊട്ടിപ്പോയ ഒരു മുട്ടയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മുട്ടയാണിത്. ഇതിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇത് കണ്ടോ, ആ ഭാഗം ഒന്ന് കുഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് മുട്ട പൊട്ടിപ്പോയാൽ പേടിക്കണ്ട. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് കൂടി ചേർക്കാം. ഗരം മസാലയും കൂടി ചേർത്തിട്ടുള്ളതാണ് ആ പെരുംജീരകപ്പൊടിയെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റായി വരുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമാകുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതിൽ. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു 3 ആഴ്ചയെ ഇതുവരെ ആയിട്ടുള്ളൂ. നിങ്ങളുടെയൊക്കെ കമൻറ്റുകളാണ് എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊരു പ്രചോദനമാകുന്നത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് പൊങ്ങി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. എനിക്കൊരല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ഞാനതിപ്പോൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഈ മുട്ട ഒന്ന് നന്നായിട്ട് ഈ ചുറ്റിനും ഒന്ന് വരഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതായത് ഇതിൻ്റെ ഗ്രേവിയും ഈ അരപ്പും ഒക്കെ ഇതിനുള്ളിലേക്കൊന്ന് കയറുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം മല്ലിയില കൂടി ചേർക്കാം. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കറിയുടെ.
ഈ മല്ലിയില കൂടി ഇതിൽ കിടന്നൊന്ന് വേകട്ടെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ മിൽക്ക് പൊടി കലക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഈ പൗഡർ കലക്കിയെടുക്കാൻ. തേങ്ങ അരച്ചില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി, ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഓൾറെഡി ഇതിനകത്ത് തിളച്ച് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ കൊഴുപ്പ് പോകാൻ സാധ്യതയുണ്ട്, പിരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ കറി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നന്ദി.